നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മുംബൈ അച്ചയൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നോമ്പ് നോക്കുന്നതിനെക്കുറിച്ചായിരുന്നു. നോമ്പ് നോക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്തീയ സമുദായം നോക്കുന്ന നോമ്പിനെയാണ് ഞാൻ പ്രധാനമായിട്ട് അതിൽ പ്രതിപാദിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ റംസാൻ നോമ്പ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും നോമ്പിലേക്ക് കിടന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് തലേദിവസം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നോമ്പ് നോറ്റ് രാത്രി ഉറക്കമുളച്ചിരുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങളും അനുഷ്ഠിക്കുന്ന ഒന്നാണത്. അപ്പം അത് എന്ന് പറഞ്ഞ മാതിരി മനസ്സിനെ ശുദ്ധീകരിച്ച് അനുതാപത്തോടെ പാപങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതാണ്. എല്ലാ മതങ്ങളും അതുതന്നെയാണ് പറയുന്നത്. എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നത്. നല്ലത് ചെയ്യാനും നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനും നന്മയുടെ പാത കണ്ടെത്താനും ഒക്കെയാണ് എല്ലാ മതങ്ങളും ഉദ്ബോധിപ്പിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് മതങ്ങളൊക്കെ നിലകൊള്ളുന്നത്. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ സ്പിരിച്വൽ സൈഡ്, ആത്മീയ വശമല്ല. ഈ നോമ്പ് നോക്കുന്നതിന് ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. അധികം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ അധികം ആരും പറയാത്ത ഒരു ശാസ്ത്രീയ വശം നോമ്പ് നോക്കുന്നതിനുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ശാസ്ത്രീയ വശം എന്ന് പറയുമ്പം നോമ്പ് നോക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. ശരീരത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമുക്കറിയാം, നമ്മുടെ ശരീരം ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തികളിൽ നിന്ന് പ്രവൃത്തികളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ് നമ്മുടെ ശരീരം എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. നമ്മൾ സാധാരണ ഏത് യന്ത്രം ഉപയോഗിച്ചാലും, അത് കാറായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളല്ല, മറ്റ് മെഷീൻസ് ഏത് തന്നെ ആയാലും, ഈ കണ്ടിന്യൂസ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് കേടുപാടുകൾ സംഭവിക്കും. അതിന് ക്ഷയമുണ്ടാകും കുറച്ച് കഴിയുമ്പോൾ, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതിന് നിർത്തി അതിന് റെസ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറേ നേരം ഓടിക്കഴിയുമ്പം കുറച്ച് നേരം ഒന്ന് നിർത്തി എൻജിനൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇടുന്നത് ആ എൻജിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വളരെ നല്ല കാര്യമാണ്. അതിപ്പോൾ ഏത് മെഷീൻ പ്രവർത്തിച്ചാലും ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് അതിനെ ഒന്ന് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് ശരിക്കും യാന്ത്രിക നിയമം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ആ ശാരീരികമായ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഒരു കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തിടുന്ന ഒരു പ്രക്രിയ ഈ നോമ്പിലൂടെ സാധിക്കുന്നു എന്നതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ഭക്ഷണം ഒഴിവാക്കി നോമ്പ് നോക്കുന്നു. ഭക്ഷണം ഒഴിവാക്കി നോമ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ്. കാരണം നമ്മൾ ഒരു വർഷം 365 ദിവസവും നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭക്ഷണത്തെ നമുക്ക് ആവശ്യമുള്ള എനർജിയൊക്കെ ആയിട്ട് മാറ്റുന്ന പ്രോസസ്സെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സെല്ലാം നടത്തുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ ഈ നോമ്പുകാലം ഉപകരിക്കും. ഇപ്പോൾ ക്രിസ്തീയ ആചാരപ്രകാരം ഞാൻ പറഞ്ഞു, പ്രധാനമായിട്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു. മത്സ്യമാംസാദികൾ ആണ് ദഹിപ്പിച്ചെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന, നമ്മുടെ ഓർഗൻസ് കഠിനാധ്വാനം ചെയ്യുന്ന ഒന്ന്. അത് കുറേ നാളത്തേക്ക്, 50 ദിവസത്തേക്ക് അത് മാറ്റി വെച്ച് കഴിയുമ്പം അവിടെ വർക്ക് കുറയുകയാണ്. ആ ഓർഗൻസിന്, ആ സിസ്റ്റത്തിന് അധ്വാനത്തിൻ്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ടൊന്ന് ഒഴിവാക്കി കിട്ടുകയായിരുന്നു. ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് നോക്കുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കാതിരുന്നതിന് ശേഷം. അപ്പോൾ ആ സമയം മുഴുവൻ നമ്മുടെ ആ സിസ്റ്റത്തിന് റെസ്റ്റ് കിട്ടുമായിരുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ വ്രതം നോക്കുന്നു. ഏത് ജാതിയോ മതമോ എന്നുള്ളതല്ല, ആര് നോമ്പ് നോക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു റെസ്റ്റാണത്. ആ നോമ്പ് നോക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് കൊടുക്കുന്ന ഒരു റെസ്റ്റാണത്. അപ്പോൾ അത് നമ്മൾ എൻജിനൊക്കെ ഓഫ് ചെയ്തിട്ട് അതിനെ ഒന്ന് കൂളാക്കി രണ്ടാമത് പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഒരു കൂളിംഗ് പീരീഡാണ്. നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ അവരുടെ അധ്വാനം ഒന്ന് കുറച്ച് കൊടുത്ത് അതിനെ ഒന്ന് കൂളാക്കി എടുത്തതിന് ശേഷം പിന്നീട് വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ നോമ്പിന് പിന്നിലുണ്ട്. ഇതുകൂടി കണ്ടുകൊണ്ടാണ്
മതപുരോഹിതന്മാർ, ഏത് മതത്തിലായാലും മതപുരോഹിതന്മാർ ഇതൊക്കെ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധം പറയുമ്പോൾ ആത്മീയവശമായിരിക്കും പറയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായി നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുന്ന, മെച്ചം കിട്ടുന്ന ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നോമ്പ് നോക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തെ, മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തെ കൂടി പുനരുജ്ജീവിപ്പിക്കുക ചെയ്യുന്നത്. ശരീരത്തിന് വേണ്ട എനർജി സ്റ്റോർ ചെയ്ത് രണ്ടാമത് കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക ചെയ്യുന്നു. നോമ്പിൽ മാത്രമല്ല, ഈ മത ആചാരങ്ങളിൽ ഓരോ ഗസ്റ്റേഴ്സിനും, നമ്മുടെയൊക്കെ ഓരോ പൊസിഷൻ, നമ്മൾ ചെയ്യുന്ന ഓരോ പരിപാടിക്കും അതിൻ്റേതായ ശാസ്ത്രീയ വശങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സാഷ്ടാംഗം പ്രണമിക്കുക, അല്ലെങ്കിൽ മുമ്പോട്ട് ആഞ്ഞ് നെറ്റി തറയിൽ തൊടുവിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ഇതൊക്കെ ആത്മീയ വശത്തെ പോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനിൽ വ്യത്യാസം വരികയും നമ്മുടെ ശരീരത്തിന് അത് ഉണർവ് നൽകുകയും ചെയ്യുന്നുണ്ട്. മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ ചമ്മറം പടിഞ്ഞിരിക്കുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ അവയവങ്ങൾ, ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ സെൽസ് ആയിക്കോട്ടെ, എല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ ഉപകരിക്കുന്ന ഗസ്റ്റേഴ്സാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഫോളോ ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അതിനെ നമുക്ക് ആത്മീയമായ നമ്മുടെ സ്പിരിച്വൽ, കാരണം നമുക്കെപ്പോഴും ഒരു കാര്യം അനുസരിക്കാനും പ്രാവർത്തികമാക്കാനും അത് ഫോളോ ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പം ആത്മീയ വശമാണ്. തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ച് വരുന്ന, നമ്മൾ ജനിച്ച് വളർന്ന് വിശ്വസിച്ച് പോരുന്ന ഒരു മതവിഭാഗത്തിൻ്റെ ആ ആചാരങ്ങളെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതനുസരിക്കാൻ വേണ്ടി ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി താല്പര്യം കാണും, അല്ലെങ്കിൽ മടിയില്ലാതെ നമ്മൾ ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അത് മതപരമായ രീതിയിൽ അതിനൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു. എങ്കിൽ പോലും ശാസ്ത്രപരമായിട്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നോമ്പ് നോക്കുന്നതിലൂടെ ശരീരത്തിന് ഒട്ടേറെ ഗുണങ്ങൾ കിട്ടുന്ന, നമ്മുടെ ശരീരത്തെ ഒന്നുകൂടി, ശരീരകോശങ്ങളെ, ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ഒന്നുകൂടി ഒന്ന് ഫ്രഷാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെ, ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു മനുഷ്യന് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും വളരെ അത്യാവശ്യമായ ഒന്നാണ്. വെറുതെ നോമ്പ് ഒന്നുമില്ല, നമ്മളങ്ങനെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം എന്ന് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. ആരും അത് ചെയ്യാൻ മെനക്കെടില്ല. അതുകൊണ്ടാണ് അതിന് ഈ ആത്മീയ വശം കൂട്ടിച്ചേർത്തിട്ട് അതൊരു ചിട്ടയായ ഒരു ആചാര അനുഷ്ഠാന രീതിയാക്കി മാറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുമ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ സ്നേഹിക്കുകയും ശരീരത്തിന് വേണ്ട റെസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ശാരീരികമായി കൂടി നമ്മൾ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ നോമ്പ് നോക്കുന്നത് മാനസികവും ശാരീരികവുമായ ശരീരത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് നോമ്പ് നോക്കാൻ ആരും മടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് എത്ര തീവ്രമായി നോക്കണം, അതിൻ്റെ അളവുകോൽ, അതൊക്കെ നമുക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ്. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രായവും എല്ലാം, നമ്മുടെ താല്പര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. എന്തു തന്നെയായാലും നോമ്പ് നോക്കുന്നതിലൂടെ അത് വളരെയധികം ശരീരത്തിന് പ്രയോജനം ലഭിക്കും എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശാരീരികവും മാനസികവുമായ ആ ഒരു പുനർപ്രക്രിയ അവിടെ നടക്കും എന്ന ഉറപ്പോട് കൂടിയിട്ട് പൂർണ്ണ താല്പര്യത്തോടെ എല്ലാവരും സന്തോഷമായി നോമ്പൊക്കെ നോക്കുക. ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നന്ദി, നമസ്കാരം.